ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇന്ന് രാജസ്ഥാനിൽ ഇന്നലെ പറഞ്ഞു അങ്ങേയറ്റം വിദ്വേഷഭരിതമായ അങ്ങേയറ്റം എന്താണ് വിഭാഗീയമായ അങ്ങേയറ്റം വർഗീയമായ അങ്ങേയറ്റം മലീമസമായ പ്രസ്താവന രാജസ്ഥാനിൽ നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നു. ഇന്ന് രാജസ്ഥാനിൽ ഈ പറഞ്ഞ മുസ്ലിം കുടിയേറ്റക്കാർ 2 വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ആവർത്തിക്കുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഉണ്ടായി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം, ഉദ്ദേശിക്കുന്ന ധ്രുവീകരണം ഉണ്ടായി എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഞങ്ങളുടെ കോൺഫിഡൻസിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഏകപക്ഷികമായിട്ട് പത്രിക പോലും കൊടുക്കാൻ ആളില്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, നിങ്ങളിപ്പോൾ അങ്ങോട്ട് അധികാരത്തിൽ വരുമെന്ന് നിങ്ങളൊക്കെ വിചാരിച്ച് വിശ്വസിച്ച് പ്രചരണം നടത്തുന്ന കോൺഗ്രസ്സിന് പത്രിക കൊടുക്കാൻ പോലും ആളില്ല. അവസാനം അദ്ദേഹത്തെ പിന്താങ്ങിയ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പിന്താങ്ങുന്നില്ല, ഞങ്ങളുടെ ഒപ്പമല്ല. ഭീഷണിയൊന്നുമില്ല, അവർ സ്വയം ചെയ്തതാ. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമാണ്. ഇനി വരാൻ മനസ്സിലായില്ല. അവിടെ ഭീഷണിയൊന്നുമില്ല എന്നൊരു വാക്ക് അത് ആഷ്മയായതുകൊണ്ട് നിങ്ങൾ അടുത്ത പറയാൻ പോണതായിരിക്കും. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് പറയാൻ തോന്നുമോ എന്നൊരു നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണ് ഗോപാലകൃഷ്ണൻ? പറഞ്ഞോളൂ. അല്ല, ചില കള്ളന്മാരെ കാണുമ്പോൾ അത് തോന്നും. ചില കള്ളന്മാർ കുത്തിയിരുന്ന് ടൈം കോട്ട് വിട്ടിട്ട് കളവ് പറയല്ലേ BJPക്കെതിരെ. താങ്കൾക്ക് തന്നെ അറിയാം ഭീഷണിയാണെന്ന് അറിയാം. താങ്കൾക്ക് തന്നെ അറിയാം ഭീഷണി കാരണമാണ് താങ്കൾക്ക് തന്നെ അറിയാം. താങ്കൾ സ്വമേധയാ താങ്കളുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഭീഷണി ഇല്ലാന്ന് അറിയാതെ പുറത്തു. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? ഞാൻ കോട്ടും ടൈയും കെട്ടിയ കള്ളന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാ വിഷമിക്കണം? ഞാൻ നിങ്ങളെയല്ല പറഞ്ഞേ. ചില കള്ളന്മാർ 24 മണിക്കൂറും BJP കളവ് പറയല്ലേ. അങ്ങനെയാ ഞങ്ങളങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെയല്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇട്ടുള്ള പറഞ്ഞോളാൻ പറയാറില്ലേ? അതെ, ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. അപ്പം അത് പോട്ടെ. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്കൊരു കോൺഫിഡൻസിൻ്റെ കുറവുമില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം 370, 400 എന്ന സീറ്റ് ഉറപ്പിക്കൽ തന്നെയാണ്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെരഞ്ഞെടുപ്പ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാഷ്ട്രീയ വിഷയം ഉയർത്തുന്നതിന് പകരം ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഉയർത്തുന്ന ചില പ്രശ്നങ്ങളെ അതേ രീതിയിൽ തന്നെ ഞങ്ങളും വ്യാഖ്യാനിക്കും. ഒരു ഉദാഹരണം ഞാൻ താങ്കളോട് പറയാം. CAA കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയ്ക്ക് വെച്ചതാണ്, പക്ഷെ താങ്കൾ അതുമേ സംസാരിച്ചില്ല. CAA എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മുസൽമാനും ബാധിക്കുന്ന വിഷയമല്ല, ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്കും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ കേരളം മുഴുവനും, ഇന്ത്യ മുഴുവനും കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് എന്താ? കോൺഗ്രസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞതെന്താ? CAA എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ആദ്യപടിയാണ്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ഇത് മുസ്ലിം സമൂഹത്തെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നതിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാൻ പാടില്ലേ? മറുപടി പറയും. ഇപ്പൊ താങ്കൾ താങ്കൾ പറയുന്നത് കോൺഗ്രസും CPM-ഉം കള്ളം പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിന്ന് രാജ്യത്തോട് കള്ളം പറയും, അങ്ങനെയല്ലേ ആ യുക്തി? താങ്കൾ പറഞ്ഞു വരുന്ന യുക്തി അങ്ങനെയല്ല. അതല്ല എൻ്റെ യുക്തി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതാണ് ഇതിൻ്റെ യുക്തി. നിങ്ങൾ പറയുന്നത് കളവാണോ, നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24 ഇവിടുത്തെ പല മാധ്യമങ്ങളും നരേന്ദ്രമോദിയെക്കുറിച്ച് തെറി പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് വിശ്വസിച്ചിട്ട് അവർ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതൊരു സത്യമാണ്. സത്യത്തെ സത്യമല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് കളവാണെങ്കിലും അറിയാതെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, ഇതാണ് ശരി എന്ന് പറയേണ്ട ചുമതലയുണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പച്ചക്കളവും കള്ളവും പറഞ്ഞ ആരാണെന്ന് ഈ ദിവസങ്ങളിൽ രാജ്യത്തിന് ബോധ്യമാവുന്നത്. ബി ഗോപാലകൃഷ്ണൻ ഇവിടെ യോഗി ആദിത്യനാഥ് പറയുകയാണ്, ശരീഅത്ത് നിയമം നടപ്പാക്കുമെന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നു.
എന്തിനാണ് ഇങ്ങനെ പരമനുണ പച്ചക്കള്ളം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഉളുപ്പുണ്ടാവുന്നില്ലേ നിങ്ങൾക്ക് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? കഷ്ടമല്ലേ അത്? ഞാനൊരു കാര്യം ചെയ്യാം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലെ 8ാമത്തെ നമ്പർ അങ്ങ് വായിക്കാം. അതിനകത്ത് അതുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറയാം. വി വിൽ എൻഷുർ റീഫോം ഓഫ് പേഴ്സണൽ ലോ. ആരുടെ പേഴ്സണൽ ലോ? സച്ച് റീഫോം ഞാൻ വായിക്കാം. സച്ച് റീഫോം മസ്റ്റ് ബി അണ്ടർടേക്കൺ വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺസെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് കൺസേൺഡ്. അർത്ഥം എന്താ? അതിന് മലയാള അർത്ഥം എന്ന് പറയാ, ശരീരത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കമ്മ്യൂണിറ്റി, ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ നടപ്പാക്കുന്നല്ലോ. അതല്ലേ അതിനകത്ത് പറയുന്നത്. അതിൽ റീഫോം കൊണ്ടുവന്ന് ഈ പറഞ്ഞ റിഫോംസിന് ബന്ധപ്പെട്ടവരെ കേൾക്കും നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ശരിയ നിയമം നടപ്പാക്കാനാണോ? ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടവരെ കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ശരിയ നിയമം നടപ്പാക്കാനാണോ പി ഗോപാലകൃഷ്ണ? അല്ല, നിങ്ങൾ എന്താ കൂട്ടിക്കിടക്കേണ്ടത്? അത് തന്നെയാ പറയുന്നത് അതിൽ. അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്നോടൊരു കാര്യം, ഇതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. നിങ്ങൾ കിടന്ന് ബഹളം വെക്കുള്ളൂ. നിങ്ങൾ ബഹളം വെച്ചാൽ ഒപ്പം ബഹളം വെക്കാനൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുക. കോൺഗ്രസിൻ്റെ 8ാമത്തെ പോയിന്റിൽ വി വിൽ എൻഷുർ റീഫോം ഓഫ് പേഴ്സണൽ ലോ. ആ പേഴ്സണൽ ലോയിൽ റീഫോം ഉണ്ടാക്കുന്നത്, നിയമ നടപടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതുണ്ടാക്കുന്നത് പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺസെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാ? അപ്പൊ അത് പേഴ്സണൽ ലോ നടപ്പാക്കാനുള്ള ഒരു പദ്ധതിയാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഈ മതപരമായ പേഴ്സണൽ ലോയെ ഈ മാനിഫെസ്റ്റോയിൽ കൊണ്ടുവരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയുടെ ഞാനൊരു കാര്യം, ഏക സിവിൽ കോഡിനെ ബന്ധപ്പെട്ട ആളുകളെ കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കുമെന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന കാര്യമൊന്നും നിങ്ങൾ പറയാറില്ലല്ലോ. ദേ കൊണ്ടുവന്നു ഏക സിവിൽ കോഡ്, ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഓടിക്കാനാണെന്ന് പറയുന്നതല്ല നിങ്ങൾ. അങ്ങനെയൊന്നുമല്ല. ബന്ധപ്പെട്ടവരെ കേൾക്കുമെന്ന് പറയുന്ന കാര്യം തന്നെയല്ലേ 8ാമത്തെ പ്ലാറ്റ്ഫോമിൽ താങ്കൾ വലിയ കാര്യമായി വായിച്ചത്? ഞാൻ ചോദിക്കട്ടെ, അല്ല ഈ അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെന്ന് നിങ്ങൾ പറയാൻ എന്നെ സമ്മതിക്കേ. അതല്ല ഒരു മര്യാദ. നിങ്ങൾ ഇടയിൽ ചർച്ച ചെയ്യല്ല. നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചത്? പേഴ്സണൽ ലോന്റെ കാര്യം നിങ്ങൾ തന്നെ പറയുന്നു. എന്നിട്ട് ഏക സിവിൽ കോഡിന്റെ കാര്യം, ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുമായി സംസാരിച്ച് ആർക്കും ഒരു പരിക്കില്ലാതെ എല്ലാവരെയും കൂടി സമന്മാരായിട്ട് ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് BJP പറഞ്ഞപ്പോൾ നിങ്ങൾ ഏക സിവിൽ കോഡിനെതിരായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഏക സിവിൽ കോഡ് മുസ്ലിം ഒന്നാമത് അതിന്റെ അർത്ഥം ശരീഅത്തിലോ എന്നല്ല. ഒന്നാമത് അതിനകത്ത് പേഴ്സണൽ ലോ, വ്യക്തി നിയമം എന്നുള്ളതാണ്. ശരീഅത്ത് നിയമം എന്നുള്ളതല്ല. വ്യക്തി നിയമം ഒന്നാമത് ശരീഅത്ത് നിയമം എന്നുള്ളതല്ല, വ്യക്തി നിയമം എന്നുള്ളതാണ്. വ്യക്തി നിയമം എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ ഒന്നല്ല ബി ഗോപാലകൃഷ്ണ. വ്യക്തി നിയമം എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ ഒന്നല്ല. രാജ്യത്ത് പല വിഭാഗങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങളുണ്ട്. അതിനെ ശരീഅത്ത് നിയമമായിട്ട് വ്യാഖ്യാനിക്കുന്നു യോഗി ആദിത്യനാഥ്. അതിനെയാണ് പരവർഗീയത, പരമത വിദ്വേഷം ഉണ്ടാക്കുന്നത്, വോട്ട് പിടിക്കാൻ ഉടുപ്പില്ലേ ചോദ്യം വരുന്നത് ബി ഗോപാലകൃഷ്ണൻ. ഞാനേ ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ എല്ലാം അറിയാം. ഇത് രാഷ്ട്രീയവുമായിട്ടുള്ള പോരാട്ടലാണ്. കൃത്യമായി ചില കാര്യങ്ങൾ പറയും. ഞാനൊന്ന് പറയാൻ അനുവദിക്കുക. നിങ്ങൾ പേഴ്സണൽ ലോന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ബേസിക്കലി പ്രധാനമന്ത്രിയെക്കുറിച്ചാണല്ലോ നിങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത്. ആ ആർഷോ എന്ന് പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ ചവിട്ടി തവിടുപൊടിയാക്കി ആ സ്ത്രീയോട് ഒരു മാന്യതയും കാണിക്കാതെ പെരുമാറുന്ന ചങ്ങാതിയെയാണ് ഇപ്പോൾ വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ട് താങ്കൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അയാളാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ചവിട്ടി പെണ്ണിനെ മാനഭംഗപ്പെടുത്താനോ അല്ലെങ്കിൽ പെണ്ണിന്റെ മാന്യതയോ തകർത്തതൊന്നും പറയരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ വിഷയം നിങ്ങൾ കൊണ്ടുവന്നിട്ടാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വിദ്വേഷ പ്രസംഗം എന്താ? പ്രധാനമന്ത്രി ഒരു വിദ്വേഷ പ്രസംഗവും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലത്തെ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, ഇടയിൽ സംസാരിക്കരുത് പ്ലീസ്. അത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്താൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. വെനെവർ വി ഹാവ് ബീൻ ഡിവൈഡഡ് ദ എനിമി ഹാസ് ടേക്കൺ അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. വെനെവർ വി ഹാവ് ബീൻ ഡിവൈഡഡ്, നമ്മൾ മതത്തിന്റെ പേരിലുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവന്നാൽ ശത്രുക്കൾ അതിൽ നിന്ന് മുതലെടുക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു, നരേന്ദ്രമോദി ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ ഒന്നും മതമില്ല. അദ്ദേഹത്തിന്റെ പദ്ധതികൾ മതത്തിന്റെ പേരിൽ ആർക്കെങ്കിലും ഡിസ്കാർഡ് ചെയ്തായിട്ട് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. 24 അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാ പദ്ധതികളും എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആരെയും മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയിട്ടില്ല.
പക്ഷെ ഇവിടെ ചർച്ച എന്താ? കോൺഗ്രസ് പറയുന്നു. എന്താ കോൺഗ്രസ് പറയുന്നത്? വെൽത്ത് എന്ന് പറയുന്ന സാധനം സാമൂഹിക സാമ്പത്തിക ജാതി സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സ്വത്ത് പിടിച്ചെടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഒരു എക്സ്റേ എക്സാമിനേഷൻ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ താങ്കളുടെ വീട്ടില് ഒരു തങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു 10 പവന്റെ താലിമാലയുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാൾക്ക് ചരട് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്കളുടെ ഭാര്യ 10 പവൻ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ഹാഷ്മി ഇവിടെ വന്ന് വർക്ക് ചെയ്ത് ഹാഷ്മിക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ തുകയായിരിക്കാം ആ ഭാര്യ ഇട്ടിരുന്ന 10 പവൻ. പക്ഷേ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ ഈ സാമൂഹികമായിട്ടുള്ള ഈ സർവേ ഒക്കെ നടത്തിയിട്ട് റീഡിസ്ട്രിബ്യൂഷൻ, വെൽത്ത് പിടിച്ചെടുത്ത് റീഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതിന് ഒരു എക്സ്റേ എക്സാമിനേഷൻ കൊണ്ടുവരുമെന്നാണ്. പണ്ട് ബീഫിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, നിങ്ങൾ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് വീമ്പ് പറഞ്ഞവരാണ് നിങ്ങൾ. അതേ ആളുകളാണ് ഇപ്പൊ പറയുന്നത് 10 പവനുള്ള മാല പിടിച്ചെടുത്ത് 1 പവനുള്ള മാല കൊടുക്കുന്നതാണോ പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. താങ്കൾ ആത്മാർത്ഥമായി പറയുന്നതാണോ അതോ വാദത്തിൽ ജയിക്കാൻ വേണ്ടി പറയുന്നതാണോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോട്ടെ, അത് ഉത്തരേന്ത്യയിൽ അദ്ദേഹം ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിൽ വോട്ട് പിടിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് കേരളമാണ്. ബി ഗോപാലകൃഷ്ണൻ, ഇത് കേരളമാണ്. കാര്യങ്ങൾ മനസ്സിലാവുന്നവരാണ്. അവരോട് പറയല്ലേ സാർ, അവരോട് പോയി ബി ഗോപാലകൃഷ്ണൻ കേരളമല്ലേ സാർ? കാര്യം മനസ്സിലാവില്ലേ? ഇവിടെ എക്കണോമിക്സ് അറിയാവുന്നവരില്ലേ? റീഡിസ്ട്രിബ്യൂഷൻ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു വീട്ടിലെ 10 പവൻ മാലുള്ള പിടിച്ചു മാലയില്ലാത്ത കൊടുക്കുകയാണോ? ഞാനൊന്ന് പറയുന്നത് കേക്ക്. പരിഹാസ്യനാവല്ലേ ബി ഗോപാലകൃഷ്ണൻ? കഷ്ടമല്ലേ? മിസ്റ്റർ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനൊന്ന് പറയട്ടെ, ഇത് കേരളമാണ് എന്ന് പരസ്യമായി പറയുന്ന ആളാണ് താങ്കൾ. പലപ്പോഴും എന്നോട് പറഞ്ഞത് കേരളമാ. അതേ കേരളത്തിൽ നിന്നാണ് 33 പേര് സിറിയയിലേക്ക് പോയത്. അതേ കേരളത്തിലാണ് പരസ്യമായിട്ട് അവരും മലരും സൂക്ഷിച്ചോ കുന്തിരിക്ക സൂക്ഷിച്ചോ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനൊക്കെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നാളെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഞാൻ എക്കണോമിക് ആസ്പെക്ട്സിൽ പറയാം. മതം ജാതി ഒക്കെ മാറ്റിവെക്ക്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നല്ല രീതിയിൽ ബി ഗോപാലകൃഷ്ണൻ ഒരു വീട്ടിലേക്ക് കയറിപ്പോയി അവരുടെ അലമാരിയിൽ വയ്ക്കുന്ന സ്വർണം പിടിച്ചെടുത്ത് സ്വർണ്ണം ഇല്ലാതെ കൊടുക്കുന്നവരല്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷെ അതെങ്കിലും മനസ്സിലാക്കും. അതിന് എക്കണോമിക്കൽ ആസ്പെക്ട് ഉണ്ട് സാർ. അതിന് എക്കണോമിക് എന്താ പറഞ്ഞത്? താലിമാല വെൽത്തല്ലേ? രാജ്യത്തെ 23% സ്വത്ത് കേവലം 1% കോടീശ്വരന്മാരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ അർത്ഥം സാർ. രാജ്യത്തെ 23% സ്വത്ത് കേവലം 2% വരുന്ന കോടീശ്വരന്മാരുടെ കയ്യിലാണ്. ബാക്കി താഴെത്തട്ടിലേക്ക് വന്ന പരമ കഷ്ടമാണ്. ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ അന്തരം ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധം വലിയ കടൽ ഗ്യാപ്പ് പോലെ കിടക്കുകയാണ് ഈ നരേന്ദ്രമോദി ഭരണത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? സാർ, അവിടെയാണ് ആസ്പെക്ട്. അല്ലാതെ മാല പറിച്ചെടുത്തുകൊണ്ട് മാല കൊടുക്കുന്നു പറയല്ലേ ബി ഗോപാലകൃഷ്ണൻ? ഇത് മലയാളികൾ കേൾക്കുന്നതല്ലേ? ചിരിക്കില്ലേ? മോദിയെ വിട്, രാജസ്ഥാൻ വിട്. താങ്കൾ വന്നത് ആവർത്തിക്കല്ലേ? അത് ഞങ്ങൾക്ക് സൗകര്യമില്ല സാർ, ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞാൻ പറഞ്ഞത് മോദി പറയട്ടെ, യോഗി ആദിത്യനാഥ് പറയട്ടെ, 23% മോദി പറയട്ടെ, ആദിത്യനാഥ് പറയട്ടെ. ഇത് കേരളത്തിൽ ഇതൊക്കെ മനസ്സിലാവുന്ന മലയാളികൾക്ക് മുന്നിൽ വന്ന് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാല പറിച്ചിട്ട് അപ്പുറത്തോട് കൊടുക്കുന്നത് ബി ഗോപാലകൃഷ്ണൻ പറയില്ല. ആൾക്കാർ ചിരിക്കില്ലേ? ശരി, ഞാൻ തിരികെ അതെ, ആ മലയാളിയുടെ മുമ്പിലേക്കാണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ മാലയാണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, വെൽത്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് ആണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ജയിച്ചാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ സ്വർണവും ഭൂമിയും പണവും അവർ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് റീഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞത്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. മാറ്റി പറയാൻ രണ്ട് വാക്കുകൾ നരേന്ദ്രമോദി മാറ്റുന്നുണ്ട്. അത്രയും കടന്നു പറയണമെന്ന് മോദിക്ക് തോന്നുന്നുണ്ടോ? നല്ല കാര്യം.